ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. കുബേരൻ്റെ മക്കളായ നളകൂപര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം കൊടുക്കുന്നതാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട് കുറച്ചു നേരം അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞ് യശോദമ്മ വീട്ടിലേക്ക് കയറിപ്പോകുന്നതാണല്ലോ കണ്ടത്. അത്യധികം ആനന്ദഭരിതരായ ദേവന്മാർ ശ്രീകൃഷ്ണനെ ദാമോദരൻ എന്ന് വിളിച്ചു സ്തുതിച്ചു. മൃദുവായ ഉദരത്തോടു കൂടിയ കൃഷ്ണൻ തന്നിഷ്ടം പോലെ ഉരലിൽ പറ്റിപ്പിടിച്ചിരുന്നു. അധികം ദൂരത്തിലല്ലാതെ 2 മരുത് വൃക്ഷങ്ങൾ കണ്ടു. കുബേരപുത്രന്മാരായ നളകൂപര മണിഗ്രീവന്മാരായിരുന്നു അവർ ശിവഭക്തന്മാരും ശിവസേവകന്മാരുമായി ഐശ്വര്യപൂർണമായ ജീവിതം നയിച്ച് വിഷയാസക്തരായി വിഷ്ണുഭക്തിയില്ലാതെ ജീവിച്ചു പോന്നു. ഒരിക്കൽ വിഷ്ണുഭക്തനായ നാരദൻ ലോകസംഗ്രഹത്തിനായി ചുറ്റി സഞ്ചരിക്കുന്ന അവസരത്തിൽ നളകൂപര മണിഗ്രീവന്മാരെ വസ്ത്രമില്ലാതെ ഗംഗയിൽ മദം പെരുകി പാടിയാടി കളിച്ച് ക്രീഡയിൽ മുഴുകുന്ന യുവതികളുടെ മധ്യത്തിൽ കണ്ടു. നാരദനെ കണ്ട് ഭയന്ന് സ്ത്രീകൾ വേഗം വസ്ത്രമുടുത്തു. മദമേറിയ നളകൂപര മണിഗ്രീവന്മാരാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ ജലക്രീഡയിൽ മുഴുകി. അതിനാൽ വിഷ്ണു ഭക്തിയും ശാന്തിയും കിട്ടാൻ വേണ്ടി നാരദൻ അവരെ ശപിച്ചു. ശാന്തി കൂടാതെ സുഖം എങ്ങനെയാണ് നേടാൻ കഴിയുന്നത്? വളരെ കാലം മരുത് വൃക്ഷങ്ങളായി വിഷ്ണുവിനെ നേരിൽ കണ്ട് സ്വന്തം സ്ഥാനം പ്രാപിക്കുമെന്ന നാരദവചനം അനുസരിച്ച് അവർ 2 പേരും ഭഗവാന്റെ ദർശനത്തിനായി ഉള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഗോകുലത്തിനടുക്കൽ മരുത് വൃക്ഷങ്ങളായി സ്ഥിതി ചെയ്തു. ഉണ്ണിക്കണ്ണൻ ഉരലു വലിച്ച് നീങ്ങുമ്പോൾ വിലങ്ങനെ നീങ്ങിയ ഉരലിൻ്റെ വശങ്ങൾ 2 മരുത് വൃക്ഷങ്ങളിലും തടഞ്ഞ് ഭഗവാന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വൃക്ഷങ്ങൾ 2ഉം ഇളകി കുലുങ്ങി മറിഞ്ഞു ഭൂമിയിൽ പതിച്ചു. ഭഗവാൻ കാരണം മരുത് വൃക്ഷങ്ങൾ 2ഉം നിലം പതിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും കുബേരപുത്രന്മാർ 2ഉം മഹാതേജസ്സോടുകൂടി വെളിയിൽ വന്നു. അവർ ഭക്തിപൂർവം ഭഗവാനെ വിവിധ സ്തോത്രങ്ങളാൽ സ്തുതിച്ചു. അന്യദേവന്മാരെ ഭജിക്കുന്നവരും പിന്നീട് വിഷ്ണുഭക്തരായിത്തീരും. വൃക്ഷങ്ങൾ മരിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട ഗോപസമൂഹം ഭയന്ന് അന്ധാളിച്ച് എന്താപത്താണ് പിണഞ്ഞതെന്നറിയാതെ ഓടിയെത്തി. യശോദ തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ചു. ഇത്തവണ 2 വലിയ വൃക്ഷങ്ങളുടെ നടുവിൽപ്പെട്ട കൃഷ്ണൻ അത്യത്ഭുതകരമായി വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. അവർ ഭഗവാനെ ഗൃഹത്തിലേക്ക് നയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 48 നളകൂപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ശ്ലോകം 1. മുദാസുരൗഖൈസ്ത്വമുദാരസമ്മതൈരുദീര്യദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേലഗന്നദൂരദോദ്വൗ കകുഭാവുദൈക്ഷഥാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. മുദാസുരൗഖൈ സ്ത്വം ഉദാര സമ്മതൈർ ഉദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരം ഉലൂഖലേ ലഗൻ അദൂരതോ ദ്വൗ കകുഭൗ ഉദൈക്ഷഥാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മുദ സന്തോഷത്തോടുകൂടി, സുരൗഖൈ ദേവസമൂഹങ്ങളാൽ, ത്വം അങ്ങ്,
ഉദാരസമ്മതൈ വലുതായ സന്തോഷത്തോടു കൂടിയ ഉദീര്യ പറഞ്ഞിട്ട് ദാമോദര ദാമോദരൻ ഇതി എന്ന് അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടവനും മൃദൂദര മൃദുവായ ഉദരത്തോടു കൂടിയവനുമായ സ്വൈരം ഇഷ്ടം പോലെ ഉലൂഖലേ ഉരലിൽ ലഗൻ പറ്റി നിന്നുകൊണ്ട് അദൂരത ദൂരത്തിലല്ലാതെ ദ്വൗ രണ്ട് കകുഭൗ മരുതുവൃക്ഷങ്ങളെ ഐക്ഷഥ കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മുദ ദ എന്നുള്ളത് ദയയിലത്തെ നിറയെ വരുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ ദ എന്നുള്ള അക്ഷരം മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സുരൗഖൈ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്ത്വം ഉദാര ഇവിടെയും അതേപോലെ ദ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സമ്മതൈർ ഇവിടെ ഉണ്ട് അതേ ദ എന്ന്. ഉദീര്യ ദീന്ന് ഇവിടെയും വരുന്നുണ്ട്. ദാമോദര ദ അതെല്ലാം ദ എന്നുള്ളത് ദയയിലത്തേണ് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഇത്യഭിഷ്ടുത ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഷ്ടു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഇത്യഭിഷ്ടുത അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. മൃദൂദര ദ എന്ന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. സ്വൈരം ഉലൂഖലേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലഗൻ അദൂരതോ ചേർത്ത് ചൊല്ലുമ്പോൾ ലഗന്നദൂരതോ ന എന്ന് ഒന്ന് ഊന്നി പറഞ്ഞാൽ മതി. ദ്വൗ ദ എന്ന് കഴിഞ്ഞിട്ട് രണ്ട് ചിഹ്നമുണ്ട്. ദ്വ എന്നാവാനുള്ളൊരു ചിഹ്നം, ദ്വൗ എന്നാവാനുള്ളൊരു ചിഹ്നം, അത് ശ്രദ്ധിച്ചോളൂ. കകുഭൗ ഭൗ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൗ എന്നാവാനുള്ള ചിഹ്നം. ഉദൈക്ഷഥ ലാസ്റ്റിൽ നീട്ടിയിട്ട് വിസർഗം. ഉദൈ ദ എന്നുള്ള അക്ഷരം ദയലത്തെ ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത് നീട്ടിയിട്ട് വിസർഗം പറയണം. ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മുദാസുരൗഖൈസ്ത്വമുദാര സമ്മതൈരുദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേ ലഗന്നദൂരതോ ദ്വൗ കകുഭാവുദൈക്ഷഥ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. കുബേരസൂനുർനളകൂപരാഭിധ പരോമണിഗ്രീവൈതി പ്രഥാം ഗത മഹേശസേവാധിഗത ശ്രിയോന്മദൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കുബേര സൂനൂർ നളകൂപരാഭിധ പരോ മണിഗ്രീവ ഇതി പ്രഥാം ഗത മഹേശ സേവാധിഗത ശ്രിയോന്മദൗ ചിരം കില ത്വദ് വിമുഖ അവഖേലതാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കുബേരസൂനു കുബേരപുത്രനും നളകൂപരാഭിധ നളകൂപരൻ എന്ന പേരോടു കൂടിയ പര മറ്റൊരു കുബേരപുത്രനും മണിഗ്രീവ മണിഗ്രീവൻ ഇതി എന്ന് പ്രഥാം കീർത്തിയെ ഗത പ്രാപിച്ച മഹേശസേവിതഗതശ്രിയ ശിവനെ സേവിച്ച് നേടിയ ഐശ്വര്യത്താൽ ഉന്മദൗ ഉള്ളിൽ മതം പെരുകിയവരായി ചിരം വളരെ കാലം ത്വദ്വിമുഖൗ അങ്ങയോട് വിരോധമുള്ളവരുമായി അഖേലതാം കില സുഖിച്ചു കഴിഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കുബേര ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സൂനൂർ നളകൂപരാഭിധ അവിടെ വിസർഗം ലാസ്റ്റിൽ ഭീന്നും ഥാന്നും നന്നായിട്ട് ഊന്നി പറയണം. പരോ മണിഗ്രീവ ഇതി പ്രഥാം ഥാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗത അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. മഹേശ സേവാധിഗത ധി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ശ്രിയോന്മദൗ ദ്വൗ എന്നുള്ളത് ദ എന്നാണ് ദയലത്തെ. ദ്വൗ എന്നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചിരം കില ത്വത് ത്വ എന്നാവാള ചിഹ്നം. വിമുഖാവഖേലതാം വിമുഖ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖേലതാം എന്നുള്ളതിൻ്റെ ഖേന്നും ഊന്നി പറയാനുള്ളതാണ്. താം നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. കുബേരസൂനുർ നളകൂപരാഭിധ പരോമണിഗ്രീവ ഇതി പ്രഥാം ഗത
മഹേശസേവാധിഗതശ്രിയോന്മദൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.